പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഡെയിലി മിനിറ്റിലേക്ക് ക്രിസ്തുവേശു നമ്മളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വേദവചനത്തിനായി മെഡിറ്റേഷനായി സാംസ് 30 സങ്കീർത്തനം 30. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമേ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ച് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കട്ടെ, നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതിപ്പാടും എൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കോപം ക്ഷണം നേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിലും നിരാപാർക്കും ഉഷസ്സിലും ആനന്ദഘോഷം വരുന്നു. ഞാൻ എന്നാളും കുലുങ്ങിപ്പോകില്ല എന്ന് എൻ്റെ സുഖകാലത്തെ ഞാൻ പറഞ്ഞു. യഹോവേ, നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തിൽ ഉറച്ചു നിൽക്കുമാറൊക്കെ നീ എൻ്റെ മുഖത്തെ മറച്ച് ഞാൻ ഭ്രമിച്ചു പോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അതിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണ ഉണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നീ എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം എടുപ്പിച്ചിരിക്കുന്നു. ജ്ഞാനമായിരിക്കാൻ നിനക്ക് സ്തുതി പാടട്ടെ. എൻ്റെ ദൈവമേ യഹോവേ, ഞാൻ നന്നായിരിക്കും നിനക്ക് സ്തോത്രം ചെയ്യും. Bless the Lord, oh my soul, oh my soul. Worship His holiness, sing like ever before. Oh my soul, worship His holiness. പ്രൈസ് ലോർഡ്. കർത്താവേ, ഈ ഒരു മാസം അടിയങ്ങളെ കാത്തല്ലോ. കൃപയ്ക്ക് കാരണക്കായി വിശ്വസ്തയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ പ്രായപൂർത്തി ഏറ്റെടുക്കാൻ കൃപയും ആത്മീയം ഭൗതം അനുഗ്രഹിക്കും. ഞങ്ങൾ അടുപ്പിനാണ് സൗഖ്യം വരുന്നത്. യേശുനാമത്തിൽ തന്നെ ആമേൻ. സാംസ് 31 സങ്കീർത്തനം 31. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. നിൻ്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായിരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിൻ്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ. നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തതയുമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്ന ഞാൻ ഭയക്കുന്നു. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കാലുകളുടെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന് നാം ശരണം പ്രാപിച്ചാൽ നാം നാളെ ലജ്ജിച്ചു പോയില്ല. ദൈവം തൻ്റെ നീതി നിമിത്തം നമ്മൾ വിടുവിക്കും. കർത്താവിനെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവിൻ്റെ ചെവി നമ്മളേക്ക് ചായച്ച് നമ്മളെ വേഗം വിടുവിക്കും. കർത്താവ് നമ്മുടെ ഉറപ്പുള്ള പാറയും നമ്മെ രക്ഷിക്കേണ്ടതിന് കോട്ടയുമാണ്. കർത്താവ് നമ്മുടെ പാറയും നമ്മുടെ കോട്ടയുമല്ലോ. ദൈവനാമനിമിത്തം ദൈവം നമ്മെ നിർത്തി പാലിക്കുമാറാകട്ടെ. മറ്റുള്ളവർ നമുക്ക് വിളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും. കാരണം കർത്താവ് നമ്മുടെ ദുർഗമാവുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ഭരമേൽപ്പിച്ചാൽ വിശ്വസ്തമായ ദൈവം നമ്മെ വീണ്ടെടുത്തു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്ന പായിക്കണം. എന്നിട്ട് നമ്മുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാം. സത്യതമായ ദൈവത്തിൽ ആശ്രയിക്കാം. നിത്യ ജീവൻ നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുക. ദൈവം നമ്മുടെ അരിഷ്ടതകളെ കണ്ട് നമ്മുടെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കാര്യങ്ങളെ ദൈവം വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. നമ്മോട് ദൈവം കൃപയുണ്ടായി. കഷ്ടത്തിലായിരിക്കുന്ന നമ്മെ, വ്യസനം കൊണ്ട് കണ്ണും പ്രാണവും ദുരക്ഷയിച്ചിരിക്കുന്ന നമ്മെ, ആയുസ് ദുഃഖം കൊണ്ടും സംവത്സരം വീർപ്പ് കൊണ്ട് കഴിഞ്ഞു തീർക്കുന്ന നമ്മെ, ദൈവം നമ്മുടെ നിന്നെയും ആൾക്കാരുടെ നിന്നെയും വീർപ്പ് കൊണ്ട് കഴിഞ്ഞു പോയ നമ്മുടെ സംവത്സരങ്ങളും അകൃത്യ നിമിത്തം നമ്മുടെ ബലം ക്ഷീണിച്ചും അസ്തകൾ ക്ഷയിച്ചിരിക്കുമ്പോൾ, നമ്മുടെ മുഖപരിചയക്കാർക്ക് ഭയഹേതുവായി ഭവിക്കുമ്പോൾ, വെളിയിൽ കാണുന്നവർ നമ്മെ വിട്ട് ഓടിപ്പോകുമ്പോൾ, നമ്മെ മറന്നു കളയുമ്പോൾ, മരിച്ചവനെ പോലെ ഉടഞ്ഞ പാത്രം പോലെ ചുറ്റും ഭീതി എന്ന അപശ്രുതി പലരുടെ വായിൽ നമ്മൾ കേൾക്കുമ്പോൾ, നമുക്കെതിരായി പലരും വിരോധമായി നമുക്കെതിരെ കൂടി ആലോചന ചെയ്യുമ്പോൾ, നമ്മുടെ ജീവനെ തന്നെ നോട്ടം വരുമ്പോൾ, കർത്താവ് ഉറക്കമുണ്ടെന്ന് അട്ടഹസിക്കുന്ന മഹാവീരനെ പോലെ ഉണർന്ന് നാം ദൈവത്തിൽ ഇത്രയും കഷ്ടതയിൽ കൂടി കടന്നു പോലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മെ വീണ്ടും ഇത്രയും കഷ്ടതയാലും നാം ദൈവത്തോട് കണ്ട നീ എൻ്റെ ദൈവമാകുന്നു. നമ്മുടെ കാലുകളിൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളെയും പീഡിപ്പിക്കുന്ന കണ്ണിൽ വിടുവിക്കണമേ എന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കും. അല്ലെങ്കിൽ നമ്മുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കും. തൻ്റെ ദയാൽ നമ്മെ രക്ഷിക്കും. തന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് നാം ലജ്ജിച്ചു പോകില്ല. ദുഷ്ടമാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കും. നീതിമാന വിരോധമായി ഡംഭത്തോടും നിന്നോടും ധാർഷ്ട്യം സംസാരിക്കും. വ്യാജമുള്ള അതിരങ്ങൾ ദൈവമുണ്ടാതെയാക്കും. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചതും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ ദൈവം പ്രവർത്തിച്ചുമായ ദൈവത്തിന്
മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ദൈവം പ്രവർത്തിച്ച യാക്കോബിൻ്റെ യോസഫിൻ്റെ ശതനമേശകൻ്റെ ദാസൻ്റെ ദൈവം, ഹല്ലേലൂയ, മറിയയുടെ ദൈവം, യോസഫിൻ്റെ ദൈവം, എസ്തറിൻ്റെ ദൈവം, ദാനിയേലിൻ്റെ ദൈവം, എലിസബത്തിൻ്റെ ദൈവം, ഹന്നയുടെ ദൈവം, റാഹലിൻ്റെ ദൈവം, സാറയുടെ ദൈവം, അബ്രഹാമിൻ്റെ, ഈസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം, നമ്മുടെ ദൈവം. ആമേൻ. നമ്മെങ്ങനെയാക്കും? ദൈവം തൻ്റെ വലിയ നന്മ പ്രവൃത്തി ചെയ്യും. നമ്മെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിളിച്ച് തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കും. അവരുടെയൊക്കെയും നാവുകളുടെ വാക്കാണ് നമ്മെ രക്ഷിച്ച് കൂടാരത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ദൈവം നമ്മെ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദൈവത്തിൻ്റെ ദയ നമുക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നാം ഛേദിക്കപ്പെട്ടു എന്ന് നാം നമ്മുടെ പരിഭ്രമത്തിൽ പറഞ്ഞപ്പോൾ, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ യാചനകളുടെ ശബ്ദം കേട്ടു. അതിനാൽ യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവയെ ദൈവത്തെ സ്നേഹിപ്പിൻ. മനുഷ്യൻ്റെ സ്നേഹം വൃഥയാണ്, അൺസ്റ്റേബിളാണ്. ദൈവത്തെ സ്നേഹിപ്പിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നതിന് ദൈവം ധാരാളം പേർ കൊടുക്കുന്നു. ഞാൻ ദൈവത്തെ നമ്മൾ താഴ്മയുടെ വിനയത്തോടായിരിക്കാം. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിൻ്റെ വിശുദ്ധന്മാരെ പോലെ വിശുദ്ധിയോടെ ജീവിക്കാം. വിശുദ്ധിയുള്ള കർത്താവിനെ വിശുദ്ധിയോടെ ആരാധിക്കാം. മനസ്സിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് നിഷ്കളങ്കര മക്കളായി പരിശുദ്ധനെ ദുഃഖിക്കാതെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികളും ചിന്തകൊണ്ടുമൊക്കെ നടപ്പും ദൈവത്തെ പ്രസാദിപ്പിച്ച് പരിശുദ്ധാത്മ ദുഃഖിപ്പാതെ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. ഒന്നുകൂടെ പറയുന്നു, യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യപ്പെട്ടിട്ട് നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ഭ്രമിച്ചു പോരുത്. ധൈര്യപ്പെട്ടിരിക്കുമേ. നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെട്ടിരിപ്പിന്. യഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിപ്പിന്. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. യുവജനങ്ങൾ ദൈവം നാം അനുഗ്രഹിക്കട്ടെ. പുതിയ മാസം പുതിയ നന്മയുടെയും ദൈവത്തിൻ്റെ പുതിയ ഉറവുകൾ തുറക്കുന്ന മാസമായി മാറട്ടെ. നമ്മുടെ സകല ദുഃഖങ്ങളെ വിലാപങ്ങളും നൃത്തമാകട്ടെ, മധുരമാകട്ടെ. കരച്ചിലുകൾ കണ്ണുനീരാനന്ദമായി മാറട്ടെ. ഇത്രനാളും നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ ഓർത്ത് വിലപിച്ചെങ്കിൽ ഇനി നമ്മൾ ദൈവം തന്ന അനുഗ്രഹം ഓർത്ത് വിലപിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. അനുഗ്രഹം ഓർത്ത് അനുഗ്രഹ കണ്ണീർ പൊഴിക്കാൻ, ആനന്ദാശ്രുക്കൾ പൊഴിക്കാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എല്ലാ വസ്തുക്കൾക്കും ദൈവം ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ഫേവർ അയക്കട്ടെ. നമുക്കറിഞ്ഞ ഇടങ്ങളിൽ വിഷമിച്ച ഇടങ്ങളിൽ നിന്ന് അപമാനിതരായി ഇടങ്ങളിൽ ദൈവത്തിൻ്റെ നന്മ കണ്ട് സന്തോഷിക്കുവാൻ, ഭയക്കുന്നവർക്ക് ലജ്ജിക്കാൻ നന്മയ്ക്ക് അടയാളം നമ്മുടെ ദൈവം പോരട്ടെ. കർത്താവേ സ്തോത്രം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കും. ദൈവം സമീപസ്ഥനാവുന്നു. യാക്കോബിൻ്റെ യോസഫിൻ്റെ കൂടി നമ്മെ വഴി നടത്തട്ടെ. എല്ലാ വസ്തുക്കളും ദൈവം ഭേദം വരുത്തട്ടെ. മുറിവുകൾ ഉണങ്ങട്ടെ. ആമേൻ. വേർപെട്ടവർ ഒന്നാകട്ടെ. എതിരാളിയുടെ സകല തന്ത്രങ്ങളും ദൈവം അകറ്റി എരിച്ചു കളഞ്ഞ്, തൻ്റെ പരിശുദ്ധ മശത്തെ എരിച്ചു കളഞ്ഞ് ദൈവമായ എല്ലാം ഒന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും തിരുക്കരങ്ങളിടയിൽ കരങ്ങളെത്തിക്കുന്നു. ദിവ്യതത്തിന് അങ്ങനെ കരങ്ങളേൽപ്പി അന്മയും മഹത്വം അനുഗ്രഹിക്കുമാറുന്നു. പ്രധാന പുത്രൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന കർത്താവേ, ദൈവത്തിന് മഹത്വമാനം പോഴിച്ചേർപ്പിക്കുക. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം സ്തുതി. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം പോഴിച്ചേർപ്പിക്കുക. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം പോഴിച്ചേർപ്പിക്കുക. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം പോഴിച്ചേർപ്പിക്കുന്നു. സ്വയം കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തു നാമത്തിൽ തന്നെയാണ് വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുക. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം ശക്തി ബലം ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം ശക്തി ബലം ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം ശക്തി ബലം ആമേൻ. ആർക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വമാനം ശക്തി ബലത്തോ ആമേൻ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ജീവിത സന്തോഷത്താൽ സമാധാനത്താൽ പരിശുദ്ധ നയിക്കുന്ന പാട്ട് ആണിപ്പെടുത്തേറ്റാണ് കരങ്ങളാൽ അനുഗ്രഹിക്കും മുദ്രയിട്ട് യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.